എല്ലാവർക്കും ഗസയിൽ നടക്കുന്ന യുദ്ധത്തെ പറ്റി അറിയാം. യുദ്ധം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് വെടിയച്ചകളും ബോംബ് പൊട്ടുന്ന ശബ്ദവുമാണ്. പക്ഷെ ഇതൊന്നുമല്ലാതെ നമ്മൾ അറിയാതെ പോകുന്ന ഒരു കാര്യമാണ് മാൽ ന്യൂട്രീഷൻ. അപ്പോൾ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. തുടർച്ചയായിട്ടുള്ള ഭക്ഷണമില്ലായ്മ കുട്ടികളിലും മുതിർന്നവരിലും പോഷകക്കുറവ് ഉണ്ടാക്കുകയും അതിലൂടെ അവരുടെ ശരീരത്തെ മറ്റു രോഗങ്ങൾ കീഴ്പ്പെടുത്തുകയുമാണ് ചെയ്യുക. അതുപോലെ WHO കണക്കുകൾ പ്രകാരം ഗസയിലെ 5 വയസ്സിന് താഴെയുള്ള 5-ൽ 1 കുഞ്ഞും മാൽ ന്യൂട്രീഷൻ അനുഭവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. 2020 ജൂൺ ജൂലൈ മാസങ്ങളിൽ 10,000 കണക്കിന് കുഞ്ഞുങ്ങളാണ് ഗസയിൽ മാൽ ന്യൂട്രീഷന് വേണ്ടി ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ളത്. ഇതിൽ തന്നെ മുലയൂട്ടുന്ന അമ്മമാരും ഗർഭിണികളുമുള്ള കണക്കുകൾ വേറെ തന്നെയാണ്. ഇവിടെ നിങ്ങൾ അറിയേണ്ട കാര്യം, ഒരുപക്ഷെ യുദ്ധം ഇപ്പോൾ കഴിഞ്ഞാലും സിവിയർ മാൽ ന്യൂട്രീഷൻ ബാധിച്ച കുട്ടികൾക്ക് പൂർണ്ണ വളർച്ചയിലേക്കും ആരോഗ്യവാന്മാരുമാകാൻ പിന്നെയും ഒരുപാട് കാലത്തെ ചികിത്സയും കരുതലും വേണ്ടി വന്നേക്കാം. ലോകത്ത് എവിടെ യുദ്ധം നടന്നാലും ജനങ്ങൾ ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ ഇന്നതിൽ കഷ്ടപ്പെടുന്നത് പലസ്തീനിലെ ജനങ്ങളാണ്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളും എല്ലാവരും അറിഞ്ഞിരിക്കുക. വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്യുക.